എടി പിങ്കി, എന്തിനാ ഇപ്പൊ എന്റെ കയ്യിൽ നെയിൽ പോളിഷ് ഒക്കെ ഇടുന്നേ? അമ്മ പ്രശസ്തമായിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അമ്മയാണ്. അപ്പൊ അതനുസരിച്ച് വേണം അമ്മ നടക്കാൻ വേണ്ടിട്ട്. എടി കൈ നെയിൽ പോളിഷ് ഇട്ടാലോ മുഖത്ത് മേക്കപ്പ് ചെയ്താലോ സൗന്ദര്യം വരുമോ? അതിന് ജന്മനാലെ ഒരു സൗന്ദര്യമൊക്കെ വേണ്ടേ എന്റെ പോലെ? എന്റെ സൗന്ദര്യ ബിംബമേ. എന്താടി, എനിക്ക് സൗന്ദര്യം ഇല്ലേ? ഉണ്ട്. അമ്മ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഈ വീടിന് വർഷാവർഷം നമ്മൾ പെയിന്റ് അടിക്കത്തില്ലേ, അതെന്തിനാ? അത് വീട് ഭംഗിയായിട്ടിരിക്കാൻ. അതുപോലെ അമ്മയും കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കാനാണ് നമ്മൾ ഈ പെയിന്റ് അടിക്കുന്നത്. എന്നാ നീ അടിക്ക് പെയിന്റ്. ഈ കൈക്ക് എന്തോ പറ്റിയതാ? ഇത് പുള്ളി തടി. ഞാൻ പതുക്കല്ലേ എന്താടാ ഈ വല്യാളിയെ രണ്ടും കൽപ്പിച്ചല്ലേ? അവനെന്ത് പറ്റി? എന്ത് പറ്റിയെന്നാ? ആ ധവളശ്ശേരിയുള്ള അവറാച്ച മുതലാളികളടുത്ത് വഴക്കുണ്ടാക്കാൻ പോയിക്കണം, കേസ് കൊടുത്തിരിക്കണം. അവറാച്ച മുതലാളിയോ? പുള്ളിയുടെ അച്ഛന്റെ പേരാ മുതലാളി? അല്ല, അപ്പൂപ്പന്റെ പേരായിരുന്നു മുതലാളി. എടാ അവനെന്തിനാ പോയി കേസ് കൊടുത്തേ? അപ്പച്ചി അവറാച്ച മുതലാളിയെ അയാളെ പട്ടിയെ വണ്ടിയിൽ കെട്ടിയിട്ടുണ്ട് ഓടിച്ചെന്ന്. അയ്യോ, എന്നിട്ട് ആ പട്ടി കുഴഞ്ഞു വീണു. എന്നിട്ട് അത് ചികിത്സിക്കാൻ കൊണ്ടുപോയി അളിയനടുത്താണ്. അളിയ ഒന്നും മിണ്ടാതെ ഇയാൾക്കെതിരെ കേസ് കൊടുത്തു. നല്ല കാര്യല്ലേ എന്റെ ഏട്ടൻ ചെയ്തത്? ആ നല്ല കാര്യമൊക്കെ തന്നെ ചെയ്തത്. പക്ഷെ ഈ അവറാച്ച മുതലാളി ആരാണെന്ന് അറിയാമോ? ഇവിടെ വടിവാളും മറ്റേ കാർത്തികമായിട്ട് ആൾക്കാരൊന്ന് കയറുമ്പോ നീ തന്നെ പറയണം. എന്തിനാ? അച്ഛന്റെ കൂടെ കൃഷി ചെയ്യാനാ? ആ, കൃഷി. നിന്റെ അളിയന്റെ ബന്ധുക്കൾ ആരൊക്കെയാണ് അവരെല്ലാം കൃഷി ചെയ്ത് കിടത്തും. അയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ശിവേട്ടന്റെ വീട്ടിൽ പോവാം അല്ലേ? 2 ദിവസം എന്തായാലും വേണ്ടി വരും. എടാ ഒരു പ്രശ്നമായിട്ടിരിക്കും ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കണ്ടേ? പിന്നെ ആർക്കാണെങ്കിൽ ജീവനിൽ കൊതിയാണല്ലോ അപ്പച്ചി. ഇപ്പൊ നമ്മളിനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല അപ്പച്ചി. അയാളത് ഗ്യാസ് പിൻവലിച്ചിട്ട് മാപ്പ് പറയാൻ പറഞ്ഞാൽ മതി. എടാ നീ വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ പറ്റിയല്ലേ? ഞാൻ വിചാരിച്ച ഈ കാര്യത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അയാൾ വിചാരിച്ചാൽ എനിക്ക് എന്തെങ്കിലും വല്ലതും പറ്റാതിരിക്കും. അയ്യോ, അമ്മ എന്തെങ്കിലും ചെയ്. ശിവേട്ടാ, ഉത്തവന് ഒരുത്തന്നെ പേടിയൊന്നുമില്ല. പിന്നെ അതെ, മത കളി വരുന്ന ആനയും ഭ്രാന്ത് പിടിച്ചിങ്ങനെ പോത്തിനെയും പിടിച്ച് കെട്ടണമെന്നാണ് ഉത്തമൻ. അല്ല ഇവിടെ പറഞ്ഞേ, അത് നടക്കൂല, സംഭവം നടക്കൂല. എന്തോന്നു വന്നേന്നു ഞാൻ ഇവിടെ പറഞ്ഞേ. ഞാൻ ഇപ്പൊ വിളിക്കാം. എന്താണ്? എനിക്ക് കേട്ടാ ശരിയാണോ? നീ എന്താ കേട്ടാ ശരിയാണെന്ന് എനിക്കെങ്ങനെ അറിയാം? നിങ്ങൾ കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ ശരിയാണോ? ശരിയാണ്. എന്നാ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കേസിൽ നിന്ന് പിന്മാറിക്കും. പിന്മാറണം വേണ്ടത് ഞാൻ തീരുമാനിച്ചോളാം. നീ പറയണോ ഞാൻ കേൾക്കണം? എന്റെ ഉത്തണ്ണ അവര് ഭയങ്കര പ്രശ്നക്കാരെ. ഈ ആനയും പോത്തിനെ വെറുക്കുന്ന പോലെ ഒന്നും അല്ല. അയാൾ എന്തോ കൊട്ടേഷൻ ടീം ആണെന്നാ ശിവൻ പറഞ്ഞത്. കൊട്ടേഷൻ ടീം ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പോയി ഒതുക്കാൻ പറ. ഉത്തണ്ണ നിങ്ങൾ പറയുന്ന കേക്ക്. അയാളുടെ വളർത്തുപട്ടീന് എന്തെങ്കിലും ചെയ്യട്ടെ. അതിന് ഉത്തണ്ണ എന്താ? അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അങ്ങനെ ശരിയാവും? നീ എന്റെ ഭാര്യയാണ്, നിന്നെ 2 ഇടിയേറണ ശരിയാണോ? ഞാൻ അതിന് എന്നെ വളർത്തുപട്ടിയായിട്ടാണോ കമ്പയർ ചെയ്യുന്നത്? വളർത്തുപട്ടി എന്ന് പറഞ്ഞാൽ വളർത്തുപട്ടി മക്കളെ പോലെ കാണുന്ന, സ്വന്തമായിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, എനിക്ക് ഇതിനകത്ത് തെറ്റ് ശരിയൊന്നും അറിയത്തില്ല. പക്ഷെ ഉത്തണ്ണ എന്ത് പറഞ്ഞാൽ ഈ കേസിൽ നിന്ന് പിന്മാറേണ്ട പ്രശ്നമില്ല. അയാളുടെ തെറ്റ് മനസ്സിലാക്കാതെ ഞാൻ ഇന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. ശിവൻ പറയണത് ശരിയാണ്. ശിവനും അവന്റെ പോലീസുകാരെല്ലാവരും കൂടെ മറ്റേ അയാളുടെ പൈസ കണ്ടും കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയാണ്. എന്റെ ഉത്തണ്ണ ഈ ഒരു പ്രാവശ്യത്തെ നിങ്ങൾ ശിവൻ പറയുന്നൊന്ന് കേക്ക്. പറയണ കേട്ട് തുള്ളാൻ വേണ്ടിയിട്ടല്ല ഞാൻ നിൽക്കണേ. എനിക്ക് എൻ്റെ ആയിട്ടുള്ള തീരുമാനങ്ങളുള്ളൂ. ഉത്തമൻ ഒറ്റ തീരുമാനമുള്ളൂ. തീരുമാനമൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ വീട്ടിലുള്ളവരോട് കിടന്ന് വഴക്കുണ്ടാക്കുന്ന പോലെ അല്ല വെളിയിൽ ഒരാളുടെ അടുത്ത് പോയി വഴക്കുണ്ടാകും. ഞാൻ തീരുമാനിച്ചോളാം എന്ത് ചെയ്യണം. എന്നെ ഒരു കാര്യം ചെയ്യും, കേസ് പിൻവലിക്കണ്ട. ഒരു 2 ദിവസം വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങണം, ഇവിടെ തന്നെ ഇരിക്കും. ഇതിനിവിടെ ഇരിക്കണം. അല്ല അയാൾ ഈ കൊട്ടേഷൻ ടീമാന്നൊക്കെ പറഞ്ഞോണ്ട്. കൊട്ടേഷൻ ടീമാണെങ്കിൽ അവൻ്റെ അടുത്ത് ഒതുക്കാൻ പറയാൻ. എന്റെ ഉത്തോണ്ട് നിങ്ങൾക്ക് പറയുന്നത് കേൾക്കാൻ പറ്റുമോ? പറ്റൂല. എനിക്ക് ഇതിനകത്ത് ശരിയും തെറ്റൊന്നും അറിയത്തില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് എന്റെ കുടുംബത്തിന്റെ സമാധാനം വലുത്. നിനക്ക് ശരി തെറ്റ് അറിഞ്ഞൂടല്ല. അപ്പൊ എനിക്കറിയാം എന്താണ് ശരി. നിങ്ങൾ ഈ കേസ് പിൻവലിക്കുന്നുണ്ടോ? പറ്റൂല എന്ന് പറഞ്ഞല്ല പിന്നെ എന്ത്? അപ്പൊ എന്റെ ഈ അഭിപ്രായത്തിന് യാതൊരു വിലയില്ല ഇവിടെ. നീ പറഞ്ഞല്ല തെറ്റല്ലേ? ഞാൻ പറയാണ് ശരി, അത് ഞാൻ ചെയ്തോളാം. എന്താണ് നിങ്ങൾ ഈ വീട്ടിൽ നാളെ വെളിയിൽ ഇറങ്ങാൻ ഞാൻ മുറിക്കത്തിട്ട് പൂട്ടുള്ള കാര്യം പറഞ്ഞേക്കാം. ഞാൻ മുറിക്കത്തിട്ട് പൂട്ടിയാ ഞാൻ ചവിട്ടി പൊളിച്ച് വെളിയിറങ്ങാൻ വീടിൽ നിന്നിട്ട് പോയി ഞാൻ ഉള്ള കാര്യം അട്ടിയിടിക്കണ പോലെ. അപ്പൊ ഞാൻ പറയണേന്ന് ഇത്ര വിലയുള്ളൂ അല്ലേ? ഉത്താണ് നീ കേസിൽ നിന്ന് പിന്മാറാതെ നീ എന്നോട് സംസാരിക്കാൻ വന്നേക്കരുത്. ശരി ആയിക്കോട്ടെ. അത് അങ്ങനെ തന്നെ പോ. അതെ, ഇതിന്റെ ഒരു കാര്യം വരട്ടെ. നിങ്ങളുടെ അച്ഛൻ ജോലിക്ക് പോകത്തില്ലേ രാവിലെ? അപ്പൊ നിങ്ങൾ അച്ഛൻ ജോലിക്ക് പോകുന്ന നേരത്ത് നിങ്ങൾ എന്ത് പറയും? ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും. അയ്യോ മക്കളെ, ചോക്ലേറ്റോ അൽബൂരിയോ ബോണ്ടോ എന്ത് വേണേലും സുമേഷ് മേടിച്ചു തരാം. നിങ്ങളുടെ അച്ഛനെ ഇന്ന് രാവിലെ ജോലിക്ക് വന്ന നേരം നിങ്ങൾ നേരെ കയറി ഇങ്ങനെ ക്രോസ് നിൽക്കണം. എന്നിട്ട് അച്ഛന്റെ ബാഗ് പിടിച്ച് വാങ്ങണം. എന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയണം, അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ, അയ്യോ അച്ഛാ പോവല്ലേ. അല്ല മകള് വലിയ പോകാൻ പോകണ്ടെന്ന് പറഞ്ഞാൽ മതി. അല്ല ഇതെന്തിനാ നമ്മൾ ചെയ്യേണ്ട ആവശ്യം? നീ കൂടുതൽ ചോദ്യം ചോദിക്കണം, ഞാൻ പറയുന്നത് കൊണ്ട് കേട്ടാ മതി. അല്ല ഇപ്പൊ അവള് പറഞ്ഞാലും കാര്യമില്ലേ? എന്തോ വിഷയം നമുക്ക് അറിയണ്ടേ? എന്താണ് നീ എനിക്ക് ചോദ്യം വെക്കാറായ ശംഭു? നീ സത്യം പറ, എന്തോ ഉടായ്പിനുള്ള പ്ലാൻ അല്ലേ? ചേട്ടാ സത്യം പറഞ്ഞാലേ, ഞാനും അരണ്യയും തമ്മിലൊരു ബെറ്റ് വെച്ച്. അതായത് ഇന്ന് ചേട്ടൻ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ
അവന് ഞാൻ 1000 രൂപ കൊടുക്കും. ഇന്ന് ക്ലിനിക്ക് ചേട്ടൻ പോയില്ലെങ്കിൽ അവൻ എനിക്ക് 1000 രൂപ തിരിച്ചു തരും. ഇതാണ് പറയുന്ന ചിറ്റപ്പൻ മണ്ടനാണ് നീ. മണ്ട എടാ, നീ ഒരുപാട് എന്നെ മണ്ടനാക്കല്ലേ, കുറെ വട്ടമായിട്ട് നീ മണ്ടനാക്കുന്നുണ്ട് ശംഭു നീ. ചിറ്റപ്പ പിന്നെ ഈ ബെറ്റ് ഞായറാഴ്ച വെച്ചിരുന്നത് സുഖമായിട്ട് 1000 രൂപ കിട്ടൂലായിരുന്ന. ഓ ശരി, ഇനി ഞാൻ ഞായറാഴ്ച വെച്ചോളാം. അപ്പൊ കാര്യങ്ങൾ എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പഠിക്കണം. നീ എടാ ഞാൻ ചെയ്തോളാന്ന്. അല്ല ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് എന്താണ് ഗുണം? ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്താ ഗുണം എന്നല്ലേ? നിങ്ങൾക്ക് 3 പേർക്ക് സുമേഷ് അമ്മ ചോക്ലേറ്റ് മേടിച്ചു തരും. ചോക്ലേറ്റ് മതി എനിക്ക് മാല മതി. എനിക്കൊരു ക്രിക്കറ്റ് ബാറ്റ്. അതെ, ഞാൻ 3 പേർക്ക് 3 ചോക്ലേറ്റ് മേടിച്ചു തരും. നിനക്ക് ചോക്ലേറ്റ് പോരെ? മതി. നിനക്കോ? ചോക്ലേറ്റ്. നിനക്കോ? ചോക്ലേറ്റിന് വേണ്ടിയിട്ടൊന്നുമില്ല, ചിറ്റപ്പൻ ജയിക്കണം, അതാണ് നീ. ഷേടാ, നീ എന്റെ ഹൃദയമാടാ, അയ്യ. നീ എന്റെ ബ്രെയിനാടാ, നീ എന്റെ കണ്ണാടി. അപ്പൊ ഞാനാണ് മെയിൻ. ഹൃദയമില്ലാതെ ജീവിക്കാൻ പറ്റൂലല്ലോ. കണ്ണില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ സുമേഷ് അവന് ബ്രെയിൻ അല്ലേ ബുദ്ധി കൊടുക്കണത്? അല്ല, ഹൃദയമാണ്. നിങ്ങളെല്ലാം സ്നേഹിച്ചു കൊല്ലം. നിങ്ങൾ ചെല്ലേ പോ. അല്ലോ അവനെ തടഞ്ഞെടുത്ത് അച്ഛനെ തടഞ്ഞെടുത്ത് സൂക്ഷിച്ചു പോണേ പിള്ളേരുടെ കാര്യം. വല്യമ്മ ഇപ്പൊ ഒരിടത്തും പോകണ്ട. അയ്യോ, വലിയവന് ജോലിക്ക് ഉണ്ട്. അച്ഛന് ജോലിക്ക് പോകണ്ട അച്ഛാ. പിന്നെ ജോലിക്ക് പോകാതിരുന്ന എങ്ങനെ? ജോലിക്ക് പോയിരുന്ന സംഭവം എന്ത്? സംഭവമൊന്നുമില്ല. പിന്നെ അല്ല, ഇങ്ങനെ അച്ഛനെ കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ആഗ്രഹം. കണ്ടോണ്ടിരിക്കാണ്. ഓ, നിങ്ങൾ ആര് പറഞ്ഞു വിട്ടെ? നമ്മളാരും പറഞ്ഞു വിട്ടില്ല അച്ഛാ, ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ ആഗ്രഹം പെട്ടെന്ന് തോന്നി. അമ്മ പറഞ്ഞു വിട്ടാ? അമ്മായൊന്നും പറഞ്ഞു വിട്ടില്ല വല്യമ്മ. അച്ഛൻ ഇന്ന് ലീവ് എടുക്ക അച്ഛാ. അയ്യോ, ഇന്നെന്തായാലും അച്ഛന് പോയേ പറ്റുള്ളൂ. നാളെ ലീവ് എടുക്ക. നാളെ അച്ഛൻ പോക്കൂ, ഇന്ന് ലീവ് എടുക്ക്. അച്ഛൻ ജോലിക്ക് പോയില്ലെങ്കിലേ നിങ്ങൾക്ക് ആര് മുട്ടായി വാങ്ങിച്ചു തരും? മുട്ടായിയാ? എത്ര മുട്ടായി വാങ്ങിച്ചോണ്ട് വരും? ഒരു ബോക്സ് മുട്ടായി വാങ്ങിച്ചോണ്ട് വരും. ബോക്സ് മുട്ടായി വാങ്ങിച്ചോണ്ട് വരുമോ? അല്ലച്ചാ, എന്നാലേ എനിക്കൊരു മാല വാങ്ങിക്കൊണ്ട് വരുമോ? ഫാൻസി മാല മതി, ഒരു പച്ച സ്റ്റോൺ ഉള്ളത്. അല്ല അച്ഛാ, ഞാൻ കുറെ നാളെ കൊണ്ട് പറയല്ലോ, ഒരു ബാറ്റ്. മറ്റേ ഷട്ടിൽ ബാറ്റാണ്? അല്ല, ക്രിക്കറ്റ് ബാറ്റ്. ക്രിക്കറ്റ് ബാറ്റ് അത് വാങ്ങിച്ചിട്ട് വാങ്ങിച്ചു. ഓ ശരി കേട്ടാ. ആര് പറഞ്ഞു വിട്ടെ? ആര് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. ആ ശരി ചേട്ടാ, ഒരു കാര്യം പറയണ്ട. എടാ ചെറുക്ക, നീ എന്റെ അനിയനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണാവണ്. അയ്യോ, ചേട്ടൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് ഏട്ടാ പിള്ളേരെ പറഞ്ഞ് അങ്ങോട്ടോട്ട് വിട്ടത്. എടാ ഒരുത്തനം പേടിച്ച് വീടിന്റെ അകത്ത് കയറി ഒളിച്ചിരിക്കാൻ ഉത്തമനെ കിട്ടൂല ഏട്ടാ. എന്റെ ചേട്ടനെ അവറാച്ച മുതലേ ശരിക്കും അറിയാൻ മേലാത്തോണ്ടാണ്. പുള്ളിക്കാരന് മക്കളോട് ചേട്ടൻ പണ്ടൊന്ന് ഒരസിട്ടുണ്ട്. എന്നിട്ട് എന്തോ മക്കളോട് ചേട്ടൻ്റെ ഗാംഗിൽ പെട്ട അവന്മാരെല്ലാം ഹോസ്പിറ്റലായി. ഇതിന് മക്കളോട് ചേട്ടൻ മാത്രം ഒന്നും പറ്റിയില്ല. പുള്ളി അടിയിൽ നിന്ന് കേട്ടപ്പോഴും മുങ്ങി. എടാ, നിന്റെ മക്കള് കൂട്ടി ചേട്ടനെ പോലെ അല്ല ഞാൻ. ഒന്ന് കിട്ടാ ഞാൻ 4 കൊടുക്കും. മൂന്നല്ലേ 4 അവന്മാര് കൂട്ടത്തോടെ ഇടിക്കായിരിക്കും. ഇടി എവിടുന്നാ കിട്ടുന്നത് എണ്ണാൻ പോലും പറ്റത്തുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ, കല്യാണം കഴിഞ്ഞ് പെണ്ണും പിള്ളേരൊക്കെ അതിന്റെ പേരിൽ ഞാൻ ഇങ്ങനെ ഒതുങ്ങി നിക്കണേന്ന് നിനക്ക് അറിയാമോ? പണ്ടത്തെ എന്നെ നിനക്ക് ഓർമ്മയുണ്ടാ? പണ്ട് 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ നിന്റെ കയ്യിൽ ഒരുത്തെ റബ്ബർ ബാൻഡ് ചുട്ടിയിട്ട് വലിച്ചപ്പോ ശരിയൊക്കെ ഓർമ്മയുണ്ടാടാ നിനക്ക്? നീ മറന്നുപോയ നീ അത്? 2ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമല്ല ഞാൻ പറയാൻ പറഞ്ഞത്. അവറാച്ചന്റെ ആൾക്കാർ ടൂൾസ് ആയിട്ട് വരും. ടൂൾസ് അതിനപ്പുറമുള്ള ടൂൾസ് ഒക്കെ എന്റെ ഉണ്ട്. എന്ത് ടൂൾസ്? പശുവിനെ കുത്തുന്ന സൂചിയായിരിക്കും. പശുവിനെ കുത്തുന്ന സൂചിയുണ്ട്, അതിൻ്റെ അകത്ത് പശുവിനെ മയക്കാനുള്ള മരുന്നുണ്ട്. അത് മനുഷ്യനിൽ വേണേൽ പ്രയോഗിക്കാനും എനിക്കറിയാം. എന്റെ ദൈവമേ, എന്തെങ്കിലും എന്നാ കാണിയത്. ഞാനൊരു കാര്യം പറയട്ടെ. മക്കളുടെ ചേട്ടന് ഗ്യാങ്ങും ഓൾറെഡി അവറാച്ച മുതലായിട്ട് ഒരಸಿ നിൽക്കുക. ഒരു എതിർപ്പുണ്ടെ വേണേ മക്കളുടെ ചേട്ടൻ മുട്ടിച്ചു തരാം. ചെറുക്കനെ ഞാൻ എന്റെ മുമ്പിൽ അങ്ങനെ കൂടെ ഞാൻ അറിയാല അറിഞ്ഞ് കയറ്റി കൊടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും കാണിയില്ല. ഇപ്പൊ ഞാൻ എന്താ പറയാനാ, ഞാൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. നീ പിന്നെ സ്വയരക്ഷ എനിക്ക് ഉണ്ടാവോ? എന്നാ പിന്നെ ചെന്ന് കയറിക്കൂടി. ഒന്ന് നിന്നേ. വെച്ചോ, പേടിക്കണ്ടെന്ന്. പിടിച്ചോ. ഇത് സ്വയരക്ഷയ്ക്ക് വേണ്ടി വെച്ചിരുന്നാ മതി. ആരെങ്കിലും വന്നല്ലേ കണ്ണടച്ച് എന്തിനു തുള്ളുന്നേ? താട്ടെ, എന്റെ ചേട്ടാ, ഇത് വെച്ചാൽ ആരെങ്കിലും വന്ന എടുത്ത് ഉപയോഗിച്ചാൽ മതിയെന്ന്. XUV കത്തിയാണ്, സൂക്ഷിച്ച് ഉപയോഗിക്കണം. പേടിക്കേണ്ട ധൈര്യമായിട്ടില്ല. റബ്ബർ ബാൻഡ് എടുത്ത് വീട്ടിൽ വെച്ചിട്ടില്ലേ? അത് ഞാൻ ഇട്ടിട്ടുണ്ട് ബാഗിനകത്ത്. എനിക്ക് എന്റെ ആവശ്യമില്ല. ശരാവനെ കത്തിക്കാൻ പറ്റില്ലേ? ഏറ്റുന്നുണ്ടോ? പോയോ? സൂക്ഷിച്ചു പോണേ. വരുന്നുണ്ടോ? ഇല്ല. ഒന്ന് വന്നാട്ടെ, ചെല്ലു നിന്നാട്ടെ,
നാണം എന്തേ ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനെ. മൂന്നെണ്ണം രാവിലെ വീട്ടിലെ തന്നെ. ചിറ്റപ്പനും പൈസ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങളെ മറക്കൂല്. എത്ര പൈസ കിട്ടി നിന്നെ മറക്കുന്നു? എടാ നിന്നെ എന്റെ ഫ്രണ്ട് ലിസ്റ്റ് ഞാൻ വെട്ടി. അങ്ങനെ പറയല്ലേ. വേണ്ട, അങ്ങനെ പറയുന്നില്ല. ചിറ്റപ്പൻ ബാറ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കല്ലേ. കളിക്കണ്ട. എനിക്ക് ചോക്ലേറ്റ് കിട്ടുമ്പോഴേ ഞാൻ 2 ചോക്ലേറ്റ് തരാം. തരണ്ട. എന്റെ മാല ചിറ്റപ്പിന് വേണ്ടല്ലോ, പിന്നെന്താ. ഇവിടെ പതപ്പിക്കണ്ട. എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോൾ അത് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. എന്നെ കണ്ടിട്ടില്ല, ഞാൻ എന്ത് ചെയ്താലും കറക്റ്റ് ആയിട്ടില്ലേ വരുന്നത്. ചിരിക്കുന്ന എനിക്കൊന്നും വേണ്ട. നിങ്ങളൊന്നും ഓപ്പടാൻ വന്നിരിക്കുന്നു വെച്ചാൽ ഇതെല്ലാം ഒരു കാര്യത്തിൽ പറഞ്ഞു വിട്ടാൽ ചെയ്യണമെന്ന്. അവനോട് പറഞ്ഞ വല്ല നടക്കുവോ? നിങ്ങൾ ഇങ്ങോട്ട് വാ. അവൻ നല്ല ഉറക്കം. എടാ ശിവ, എടാ ഉത്തമൻ ക്ലിനിക്കിലോട്ട് പോയടാ. ആ എന്തോ തപ്പച്ചി, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അപ്പൊ ചേച്ചി പിള്ളേരെ കാര്യത്തിൽ തീരുമാനമായല്ലോ. ഇനി എടേ നീ അങ്ങനെ പറയാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കടേ. മാമ, ഞാൻ സ്പെഷ്യൽ ഡ്യൂട്ടി നിന്നിട്ടാണ് ഞാൻ ലീവ് എടുത്തോടെ ഇരിക്കുന്നത്. എടേ നീ കമല മാഡത്തിനോട് പറഞ്ഞ അവനൊന്ന് രക്ഷിക്കാൻ പറയടേ. കമല മാഡം മറ്റേ കഥയിലുള്ള ഇൻസ്പെക്ടർ ഗരുഡല്ല പറന്നു വന്ന് രക്ഷപ്പെടുത്താൻ. എടാ നീ വിചാരിച്ച എന്തെങ്കിലും പോലീസ് പ്രൊട്ടക്ഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റുകയല്ലേ? ആന്ധ്ര നിന്ന് ചിരിക്കുന്നത്. പിന്നല്ല മാമ, ഇവിടെ VIP കൊടുക്കാം പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ല, അപ്പോഴാണ് ഉത്തമന് കൊടുക്കാം. ആ കണ്ട, ഇതാ ഞാൻ പറഞ്ഞ നിന്റെ കുടുംബക്കാർക്ക് കുടുംബസ്നേഹം ഇല്ലാന്ന്. ആ തുടങ്ങി. കുടുംബസ്നേഹം ഇല്ലാത്തോണ്ടായിരിക്കും ഞാൻ പോകണ്ടെന്ന് പറഞ്ഞത്. അയ്യോ പോണ്ടാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റും. നീ അവന് വേണ്ടി എന്ത് ചെയ്തു? അല്ല എന്ത് ചെയ്തെന്ന് പറ നീ. അപ്പച്ചി ഇത് കേൾക്കണം. അപ്പച്ചി, ഞാൻ ഇന്നലെ വല്യളിയുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ വല്യളി എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് അറിയുമോ, നീ അയാളെ നിന്ന് കാശ് വാങ്ങിച്ചിട്ടല്ല എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കണേന്ന്. അപ്പൊ എനിക്ക് വിഷമം വരൂലേ? കാശ് വാങ്ങിച്ചിട്ടില്ല പിന്നെ നീ എന്തിനടേ വിഷമിക്കണത്? എന്റെ ആത്മഹത്യ ജോയിൻ ചെയ്ത് ഞാൻ പിന്നെ വിഷമിക്കട്ടെ? ഞാൻ പിന്നെ സന്തോഷിക്കട്ടെ അവിടെ? നീ സന്തോഷിച്ചോടേ. നിന്റെ വലിയ നീ അവസ്ഥ വരുമ്പോ നീ സന്തോഷിച്ചോ? അങ്ങനെ സന്തോഷിക്കാൻ ഞാൻ മാമനൊന്നും അല്ല. ഡേയ് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഇപ്പൊ 10-12 പോലീസുകാർ അവന്റെ ചുറ്റും പ്രൊട്ടക്ഷൻ നിന്നേനെ. ആ മാമ, ഈ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ വാഴയുടെ ചുറ്റും ഇങ്ങനെ കമ്പ് താണ്ടി വെക്കണ പോലെയല്ല, അതിന് ഒരുപാട് പ്രൊസീജിയറൊക്കെ ഉണ്ട്. അയ്യോ, പ്രൊസീജിയറെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കുന്ന ഇവിടെ. ഞാൻ എയർഫോഴ്സിൽ സർവീസിലുണ്ടായിരുന്ന ആളെ കേട്ടാ. എന്നാ പിന്നെ മാമ ഒരു കാര്യം ചെയ്യും, മാമ എയർഫോഴ്സിൽ നിന്ന് 5-6 ആളെ കൊണ്ട് നടത്തണം. എടാ ഞാൻ സർവീസിലുണ്ടായിരുന്ന ഇപ്പൊ കമാൻഡോസ് ഇവിടെ പറന്നു വന്നാണ് ഇറങ്ങിയാനാ. ഇല്ലല്ലേ? നീ കളിയാക്കുന്നാണ് എന്നെ. നിങ്ങൾ രണ്ടും ഒന്ന് നിർത്തുവോ? അവനെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും മാർഗം നോക്കാൻ നോക്ക്. അപ്പൊ ചോദിച്ചു പറ്റി, ഞാൻ ഉള്ളത്തോളം കാലം ഇവിടെ ആർക്കും ഒന്നും പറ്റിയൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ വല്യളിയും പോലെ അറിയാതെ വല്യളിന് 2 പോലീസുകാർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പച്ചി, അയ്യോ എന്തൊരു നുണയാണ് ശിവ നീ പറഞ്ഞത്. ഇവൻ പറഞ്ഞത് വിശ്വസിക്കില്ലേട്ടാ. ഇതിനാണ് നീ ഇവിടെ ലീവ് എടുത്ത് ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ ലീവ് എടുത്തിരിക്കുന്നത് ചുമ്മാണെന്നാണ് മാമ വിചാരിക്കുന്നത്. അമ്മാര് വടിവാളും കമ്പുമായിട്ട് കയറി വരുമ്പോൾ ആരെങ്കിലും തടയാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് ഞാൻ അവിടെ ലീവ് എടുത്തിരിക്കുന്നത്. അറിയാമോ? എടാ അവര് നമ്മളെ ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് വരുമോ? അവരങ്ങനെയൊക്കെ വരണവരാണ് അപ്പച്ചി. അയ്യോ സോറിയുടെ പരിപോലെ, ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ. സോറി കേട്ടാ, സോറി. കുഴപ്പമില്ല, കുടുംബത്തിന് വേണ്ടിയിട്ടല്ലേ അമ്മ, സാരില്ല. അങ്ങനെയാണെങ്കിലേ ഞാൻ എന്റെ തോക്കും കൊണ്ട് എടുത്തോണ്ട് വന്നാലാ. ശരി പോരാ. ഇങ്ങേരെ എങ്ങോട്ട്? തോക്കൊന്നും എടുക്കണ്ടെന്ന് പറയാ പച്ചി. അതെ മനുഷ്യ, ഇനി തോക്കെടുക്കാൻ കയറിയിട്ട് ഉരുണ്ട് വീഴണ്ട. ബോറടിക്കുന്നല്ലോ. സിന്ധു ചേച്ചി, ചേച്ചി ഇല്ലെന്ന് തോന്നുന്നു. ചേച്ചി എടി ഉത്തോണം വന്നേട്ടാ. ആ നീ ഇതൊന്ന് നോക്കി. ചേട്ടന്റെ ഷർട്ട്. ആ ഇത് നോക്കുന്നത് എന്താന്ന്? അത് കുങ്കുമം. പക്ഷെ എനിക്കിത് കണ്ടിട്ട് ഇത് ചോരയാണോന്നൊരു സംശയം. അല്ലേ? ഇതെവിടുന്ന ഇപ്പൊ ചേട്ടന്റെ ഷർട്ടില് ചോര? ആ എനിക്കറിയോ. നാത്തു ഇങ്ങനെ ഇരിക്കാതെ ചേട്ടന്റെ അടുക്കെ പോയി ചോദിക്കും നാത്തു. അതിന് ഞാനിപ്പോ ഉത്തോണ്ടോട് മിണ്ടുന്നില്ലല്ലോ. എന്റെ നാത്തു ഈ സമയത്ത് ഈഗോയും വെച്ചോണ്ടിരിക്കേണ്ട സമയമാണ്. നാത്തു ചെന്ന് ചോദിക്കും ഇതെന്താ ചോരന്ന് ചോദിക്ക്. അതിപ്പോ ഞാൻ ചെന്ന് ചോദിച്ചാൽ ഉത്തോണ്ട് എന്നോട് മിണ്ടുന്നില്ല. നിങ്ങളെന്നാ രണ്ടുപേരും കൂടെ മിണ്ടാണ്ടിരുന്നു. ചോരയുടെ കാര്യം എന്താന്ന് അറിയണ്ടല്ലോ. അതല്ല, എന്നാലും എങ്ങനെയായിരിക്കും അതിനകത്ത് ചോര വന്നേ? നാത്തു എനിക്കൊരു ഡൗട്ട്. എന്തടി? ചേട്ടൻ ഇനിയും പോയി അവറാച്ച മുതലാളിനെ കണ്ടു കാണൂ? അയ്യോ കരുതാക്കടുത്തൊന്നും വിളിക്കാതെ. അല്ല ഞാൻ കണ്ടു കാണുമെന്നല്ലേ ചോദിച്ചുള്ളൂ. എന്നും പറഞ്ഞ് ചേട്ടൻ അവിടെ പോയി അടിയിട്ടെന്നോ അങ്ങേര് പിടിച്ചിടിച്ചെന്നോ ചോര ഇതിനകത്ത് വന്നെന്നോ ഞാൻ പറഞ്ഞില്ലല്ലോ. അയ്യോ ഇല്ലാന്ന് നാത്തു ഇങ്ങനെ ഒച്ച ഉണ്ടാക്കാതെ. ആ സിന്ധു ചേച്ചി കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ നാട്ടുകാരോട് മൊത്തം പറയും. നാത്തു ഒരു കാര്യം ചെയ്യും, നൈസായിട്ട് എന്നിട്ട് ഈഗോ ഒക്കെ മാറ്റി വെച്ചിട്ട് ചേട്ടനോട് ചോദിക്കും ഇതെന്താ കാര്യമൊന്നും. ചോദിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഒരു വഴിയേ ഉള്ളൂ, എന്താ വഴി? ശിവേട്ടനെ ഇടപെടുത്തണം. അവന്റെ പേര് മിണ്ടാൻ പറ്റില്ല ഉത്തോണിന്റെ അടുത്ത്. അവൻ കാരണം ഈ പ്രശ്നം എല്ലാം ഉണ്ടായെന്ന് ഉത്തോന്ന് പറഞ്ഞിട്ട്. അത് ശരി, ചേട്ടൻ എന്തെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് പാവം എന്റെ ശിവേട്ടൻ ഇപ്പോഴും എന്താ പൂമുഖത്ത് കണ്ണുന്നിട്ട് നോക്കിയിരിക്കും അവറാച്ച മുതലാളിയുടെ ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കേട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് പോടി അവിടുന്ന്. അവൻ അവിടെ കിടന്ന് ഉറങ്ങുന്നു. ഉറങ്ങുമല്ല നാത്തു. ഇങ്ങനെ കണ്ണടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകാഗ്രമായി ഇരുന്ന് കഴിഞ്ഞാൽ ചുറ്റുമുള്ള സൗണ്ടുകളെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റും. ആ അവനാണ് അവൻ ഒരു സൗണ്ടും കേൾക്കാൻ പറ്റില്ല. അവൻ നല്ലോണം കൂർക്കം വലിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ സിഗ്നൽ കൊടുക്കുന്നത്. ഇപ്പൊ അതാണോ പ്രശ്നം? ആണോ? അല്ല. എന്നാ പോയി ചേട്ടൻ്റെ അടുത്ത് ചോദിക്കും.
അല്ല ഇത് കുറെ നേരം നീ ഇങ്ങനെ വെച്ച് പിടിച്ചോണ്ടെങ്കിൽ വെള്ളം നടക്കുവോ? മാമ എപ്പോഴാണ് പിടിക്കാൻ മാമ? ഞാൻ നോക്കട്ടെ, ഞാൻ വന്നു. ബ്ലഡ് വല്ലതും തന്നെ ഡേ. അവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? എടേ എന്റെ കൈ കഴിക്കുന്നതിന് ഭൂതം എന്തേലും ഒന്ന് ചെയ്യടേ. എടി എന്തെങ്കിലും ചെയ്യുന്ന കാൽക്കുലേറ്റർ അതാ വീഡിയോ എടുത്ത് നോക്കാം ഇന്ന്. ഡേയ് കുറെ നേരമായിട്ട് അവൻ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം, അവൻ കൈ അടയ്ക്കും, അതുകൊണ്ടല്ലോ അവൻ പറഞ്ഞത്. ഇത് അകത്തങ്ങനെ വെച്ച് ചെയ്താ പോലായിരുന്നു. ഇതാണ് പറഞ്ഞത്, എന്റെ തലയ്ക്ക് ചെളിയാടേ. എന്ത് ചെളി? ഇവിടെ അകത്തോണ്ട് ചോദിക്കാൻ പിള്ളേരെ കാണൂലേ? സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടായിരിക്കും പുറത്തുനിന്ന് ചെയ്തല്ലേ. ഇത് ആരും കാണത്തില്ല. നല്ല ബുദ്ധി. നീ എന്നെ ചൊറിയണ്ട, ഞാൻ എനിക്കറിയാതെ. നീ നേരെ പിടി. സുമേഷ് നീ ചുമ്മാ അവൻ കണ്ടുപിടിക്കട്ടെ. അതല്ലേ അച്ഛാ ഇയാളെ കൊണ്ട് പറ്റത്തുന്നില്ല. വേറെ ആരും ചെറുക്കടാ, ഇതുപോലെ ഒരുപാട് ചോരകളെ ഒരുപാട് ആൾക്കാരെ കണ്ടുപിടിച്ചവരാണ് ഞാൻ. നീ എന്നെ ചൊറിയ വരല്ലേ? ഞാൻ പണ്ട് സർവീസിലോട്ടായ സമയത്ത് നമ്മുടെ ക്യാൻറ്റീൻ ഒരുത്തം വെപ്പൺ അടിച്ചു പറ്റാൻ നോക്കി. അവന് ഷട്ടിലെ ബ്ലഡ് വെച്ചാണ് ഞാൻ കേസ് കളിച്ചത്. ഞാനാണത് കണ്ടുപിടിച്ചത്. അച്ഛൻ എന്തിനാ ഇങ്ങനെ തള്ളുന്നത്? എനിക്ക് കൈയും കഴിക്കുന്ന അച്ഛൻ എന്തിനാ ഇങ്ങനെ തള്ളുന്നേ? ഞാനൊരു എയർ മാർഷൽ. ഒന്ന് ചുമ്മാ നിങ്ങൾ അച്ഛനും മോനും ഒന്ന് കോൺസെൻട്രേഷൻ കളയാതെ. കോൺസെൻട്രേഷൻ കളയാണെന്ന് പരീക്ഷയ്ക്ക് പഠിക്കുമെന്നോ? നീ ഇതിൽ പിടി അങ്ങോട്ട്. ഞാൻ പറയട്ടോ മാധു, ഇത് രക്തമല്ല. രക്തമല്ലേ പിന്നെന്തോന്നു? അതെനിക്കറിഞ്ഞൂടാ. അച്ഛൻ പിടിച്ചാണ്, അച്ഛൻ പിടിച്ചാണ്. ഇത് ചോരയാന്ന് ബ്ലഡാന്ന് ഞാൻ കണ്ടുപിടിക്കും. ചോരയാണോ ബ്ലഡാന്ന് തോന്നുന്നു. അല്ല, ഇത് ചോര, തനി ചോര. മനസ്സിലായി. ഞാൻ കൊടുത്തിട്ട് XUV കത്തിയില്ലേ, അതുകൊണ്ട് ചേട്ടാ ആരും കണ്ട പള്ളം കിട്ട് കയറ്റി. എടാ പൊക്കടപ്പ നീയാണ് മാരകായുധം കൊടുത്ത് വിട്ടല്ലേ? മക്കളുടെ ചേട്ടൻ എനിക്ക് തന്നായിരുന്നു. മക്കളെ കുട്ടി തന്ന് കൊള്ളാം. മക്കൾ കുട്ടിയല്ല, മക്കൾ കുട്ടി. മാമ ഞാൻ ഒരു കാര്യം പറയട്ടെ, മാമന്റെ 2 മക്കളെ അകത്താവുള്ള പരിപാടിയാണ് ഇവൻ കാണിച്ചത്. ഇപ്പൊ അയ്യോ അകത്താവും, ഇവ മാരകായുധം കൊടുത്തിട്ട് ശരിയാണ് അത്. നീ വല്യളിയെ രക്ഷിക്കാൻ വന്നിട്ട് ഇപ്പൊ നിന്റെ കൊച്ചളിയെ കൂടെ പിടിച്ച് പ്രതിയാക്കാൻ നോക്കുന്നതാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, വല്യളിയെ രക്ഷപ്പെടുത്തിയാൽ ഞാൻ പറയട്ടെ, ഇവൻ അകത്താക്കുക. അയ്യോ അതല്ലേ പറയട്ടെ, ഇത് ചേട്ടൻ ആപ്പിളോ ഓറഞ്ച് അല്ല ക്ലിനിക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി കൊടുത്തുവിട്ടാണ്. മനസ്സിലാകണം. അല്ല സത്യം ഇത് ഇവ പ്രേരിപ്പിച്ച്. ഞാൻ പറയട്ടെ, 2 പേരെ ഞാൻ വിടൂലേ? ഞാൻ പ്രേരിപ്പിച്ച അളിയാ അല്ലേ? ഞാൻ പറയട്ടെ, നീ ആരെ പ്രേമിച്ചില്ല? അല്ല പ്രേമിച്ചില്ല. ചോരയാണോ? മുത്തോണ്ണ നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? മുത്തോണ്ണ ആരെ പേടിക്കുന്നേ? ആരും വന്നില്ല, ഞാനല്ലേ വിളിച്ചേ. സത്യം പറ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നേ? ഞാൻ പേടിക്കണമെന്നോ? ഉറങ്ങിക്കൊണ്ട് കിടന്നപ്പോഴത്തേക്ക് വന്ന് പണ്ടാ വലിയ ശബ്ദത്തിൽ കിടന്ന് വിളിച്ചിട്ട് പേടിച്ചെന്ന്. പിന്നെ ഉറക്കത്തെ കിടന്ന് വിളിക്കാൻ പേടിക്കൂലേ? അതുകൊണ്ടാണോ? കൊള്ളാം. നിങ്ങൾ എന്തിനാ നേരത്തെ വന്നേ? നേരത്തെ വരണമെന്നൊന്നും നേരത്തെ വന്നു. സത്യം പറത്തോണ, നിങ്ങൾ ആ അവറാച്ച മുതലാളി എന്താ ചെയ്തേ? അവരാ മുതലാളി ഞാൻ കൊന്നു. കൊന്നോ? മുത്തോണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു നിമിഷം നിങ്ങൾക്ക് എന്നെ പിള്ളേരെ കുറിച്ച് ആലോചിച്ചൂടായിരുന്നോ? ഞാനിപ്പോ ഒരു കൊലപാതകയുടെ ഭാര്യയായില്ലേ? ചുമ്മാ ആവശ്യമില്ലാത്ത പറഞ്ഞോണ്ടല്ലോ. അപ്പൊ കൊന്നില്ലേ? ആരെ കൊല്ലാൻ വേണ്ടിട്ട്? നിങ്ങൾ ഷട്ടിൽ എങ്ങനെയാ ചോരക്കറ വന്നേ? ഷട്ടിൽ ചോരക്കറ വന്നത് ക്ലിനിക്കിൽ സർജറിക്ക് ഒരു ആടിനെ കൊണ്ടുവന്നു, പെട്ടെന്ന് അങ്ങനെ പറ്റിയത്. അപ്പൊ അവരാ മുതലാളി തുള്ളി കളിക്കുന്നു അവിടെ. അല്ല ശരിക്കും എന്താണ്ടായേ? ഞാൻ പോയി കണ്ട. അയാള് പറഞ്ഞ് മദ്യലഹരിയിൽ അയാൾ ചെയ്തു പോയതാണ്. ഞാൻ വിളിച്ചു സംസാരിച്ചപ്പോ പൊട്ടി കരയണ അയാള് എന്നോട് ക്ഷമിക്കണമെന്ന്. കോംപ്രമൈസ് ആയാ? പിന്നെ കോംപ്രമൈസ് ആയില്ലേ? എല്ലാം കോംപ്രമൈസ് ആയി. പുത്തോണം വയലൻസ് ഒന്നും കാണിച്ചില്ല. നായ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വയലൻസ് കാണിച്ചാൽ. അതെ സുമേഷ് എന്നാ കത്തി എന്തി? അവന് പാട്ട് ഞാൻ പറയും പോണതിന് തൊട്ട് മുമ്പ് കത്തി എടുത്ത് തന്നിട്ട് ഞാൻ ക്ലിനിക്കിൽ പോണ വഴിക്ക് ദൂരെ കളഞ്ഞോ കത്തി? പിന്നെ അല്ല, നല്ല കത്തിയായിരുന്നു. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുള്ളവരാണ് അവരൊക്കെ. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? പിന്നെ നല്ല കാര്യം അതാണ്. നീ എന്തെങ്കിലും ഇതുപോലെ സംഭവങ്ങൾ സംഭവിക്കുമ്പോഴത്തേക്ക് പ്രതികരിക്കണം. ഇത്ര ചെറിയ കാര്യത്തിനാണ് ഉത്തോണ്ട് എന്നോട് പിണങ്ങിയിരുന്നത്, അതെനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് ചെറിയ കാര്യമായിട്ട് കാണരുത്. നീ ആരെ ഭാര്യയാണ്? ഉത്തമന്റെ, മൃഗസ്നേഹി ഉത്തമന്റെ. അപ്പൊ നമ്മള് കോംപ്രമൈസ് ആയാ? എന്താ ശരിക്കും ഇന്നെന്താ നേരത്തെ വന്നേ? ഇന്ന് തലേണയോ? ഇന്ന് സംഭവം ഞാൻ ഇവിടുന്ന് വഴക്കിട്ട് പോയില്ലേ, എനിക്ക് ക്ലിനിക്കിൽ നിന്ന് സർജറിയിൽ അങ്ങ് ഇൻവോൾവ് ചെയ്യാൻ പറ്റിയില്ല എന്നല്ല, അവിടെ നിൽക്കാൻ പറ്റിയില്ല എനിക്ക്. അങ്ങോട്ട് എന്നോട് പിണങ്ങിയോണ്ട് അതുകൊണ്ട് നേരത്തെ വന്നാണോ? കണ്ണടിച്ചാണ്. കോംപ്രമൈസ് ചെയ്യാൻ കൊണ്ടുവന്നാ? അപ്പൊ ഞാനൊന്ന് ആലോചിക്കാം. എന്താ ആലോചിക്കാം? പിണക്കം മാറ്റണോ വേണ്ടിയൊന്ന്. ഒരു ചായ എടുക്കട്ടെ?
നല്ല സെന്റ്, നല്ല മണം. ഏ ചേട്ടത്തി അടിച്ച സ്പ്രേ നല്ല മണമാണ്. അതെ, ജീവിതം തുടങ്ങാനിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ. ചെറുപ്പത്തിന്റെ കാര്യമൊന്നും പറയണ്ട, നിന്റെ പ്രായമൊക്കെ എനിക്കറിയാം, ബാക്കി പറ. എന്റെ ജീവിതം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ. അപ്പൊ ജയിലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകത്തില്ലേ? പിന്നെ അതുകൊണ്ടേ ചേട്ടനടുത്തൊന്ന് പറയണം, പോലീസുകാരുടെ അടുത്ത് ആ കത്തി തന്നത് ഞാനല്ലെന്ന്. ഈ ഉത്തോണ്ട് ഒരു സത്യസന്ധന നിനക്ക് അറിഞ്ഞൂടെ? പോലീസുകാർ ചോദിച്ചാൽ ഉത്തോണം പറയും നീ അകത്ത് കൊടുത്തെന്ന്. അപ്പൊ ഞാൻ ജയിലിൽ പോകത്തില്ലേ? പിന്നെ പക്ഷെ നീ പേടിക്കണ്ട, ഉത്തോണ്ട കത്തി കൊണ്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഷട്ടിൽ ചോര, അതേതോ ആടിന്റെ ചോര അടക്കൽ എനിക്ക് പോയി പറ്റിയതാ. ആടിന്റെ ചോര, അത് പറ. ഞാൻ പറഞ്ഞായിരുന്നു അളിയൻ്റെ അടുത്ത്, അളിയത് ഒറിജിനൽ ചോരല്ല, ആടിന്റെ എന്തോ ഇതിന്റെ ചോര ആയിരിക്കുന്നു. അളിയൻ പറയും അത് ചോര, ഒറിജിനൽ ചോര തന്നെയാണ്. എന്താ അല്ലേ? ആരാ ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു. അച്ഛനീ സോ പണ്ണി പറഞ്ഞല്ലേ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കത്തിയില്ലേ, കത്തി ചേട്ടന്റെ ഇരിക്കുമല്ലേ, XUV കത്തി, അതിങ്ങനെ മേടിച്ചിട്ടായിരുന്നു ഇതിനെ വെച്ചിരിക്കുന്ന കയ്യില്. എന്റെ ചേട്ടൻ ഇവിടുന്ന് പോയ വഴിക്ക് എന്നാ പറമ്പിലെങ്ങാണ്ട് എറിഞ്ഞു കളഞ്ഞു, ഒന്ന് പോയെടുക്കാം. പറമ്പിലെടുത്ത് എറിഞ്ഞു കളഞ്ഞോ? എന്റെ പൊന്നെ എടുത്തത് മക്കളുച്ചേട്ടന്റെ ഗുരു, മക്കളുച്ചേട്ടന്റെ കൊടുത്താണത്. അതുകൊണ്ട് പുള്ളിക്കാരൻ എന്നെ വെച്ചേക്കത്തില്ല, ഇതിന് മേലെ ഞാൻ ജയിലിൽ കിടക്കുന്നതാ. എന്നാ അവരോട് പറയാം പറമ്പിലെങ്ങാണ്ട് ചെന്ന് നോക്കാൻ. കുറച്ച് പൈസ തരും, ഒരു ഡ്യൂപ്ലിക്കേറ്റ് കത്തി മേടിക്കാൻ പറ്റിട്ട്. ആര്, ഞാനോ? ഞാൻ തിരിച്ചു തരാം, പിന്നെ പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം. കത്തി മേടിക്കാൻ ഞാനിപ്പോ നിനക്ക് പൈസ എന്തായാലും ഇറങ്ങണം, അടുക്കള ഈ കത്തിന് ചോര കാണും. ഇറങ്ങാം, കൊല്ലാൻ പറഞ്ഞ് കത്തിയും കൊടുത്തു വിട്ട ചാമഞ്ചിന് എങ്ങനെയോ തിരിച്ചു വന്നേ.